കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ബംഗാളിൽ നടക്കാനിരിക്കുന്ന അവസാനഘട്ട തെരഞ്ഞെടുപ്പ് 29-ന് പൂർത്തിയാകുന്നതോടുകൂടി മെയ് 4-ന് തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സംസ്ഥാനങ്ങളുടെയും ഫലം പുറത്തുവരും. ഈ അവസരത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ തുടരില്ല എന്ന വിലയിരുത്തൽ നടത്തിയിരിക്കുകയാണ്. ഈ വിലയിരുത്തൽ പുറത്തു വരുന്നത് മറ്റാരുടെയും ഭാഗത്തു നിന്നല്ല, മറിച്ച് CPIM-ൽ നിന്ന് തന്നെയാണ്. CPIM-ഉം LDF-ഉമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാർ 3-ാം തവണയും അധികാരത്തിൽ വരുമെന്നാണ് CPM അവകാശപ്പെട്ടിരുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പത്രസമ്മേളനങ്ങളിലുമെല്ലാം CPIM-ന്റെ നേതാക്കന്മാർ ഇക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അവർക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു. UDF-ന് LDF സർക്കാരിന് അല്ലെങ്കിൽ LDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കഴിയില്ല. 3-ാം തവണയും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരും. ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സർക്കാരാണിത്, വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സർക്കാരാണിത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ തുടരാൻ അനുവദിക്കും എന്നാണ് CPM നേതാക്കൾ വിലയിരുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. CPIM-ന്റെ ഈ വിലയിരുത്തൽ പുറത്തു വരുന്നത്. CPM സംശയം പ്രകടിപ്പിക്കുകയാണ്, പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമോ എന്ന്. നേരത്തെയുള്ള അവരുടെ നിലപാടിൽ നിന്നും അവരുടെ വിലയിരുത്തലിൽ നിന്നും കണക്കുകൂട്ടലുകളിൽ നിന്നുമെല്ലാം മാറി സഞ്ചരിക്കുകയാണ് CPM. അതായത് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായ അംഗങ്ങളുടെ വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച് CPIM-ന് സംശയമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും CPM പരാജയപ്പെടാൻ കാരണം അതാണ്.